ഒരു നാട്ടിൽ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പൂവൻ കോഴിയും. എല്ലാ ദിവസവും രാവിലെ പൂവൻ കോഴി കൂവും, സൂര്യൻ ഉദിക്കും. അപ്പോൾ ഈ വൃദ്ധ കരുതി എൻ്റെ പൂവൻ കോഴി കൂവുന്നത് കൊണ്ടാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നതെന്ന് അവരത് ഈ നാട്ടുകാരോട് പറയാൻ തുടങ്ങി. ഈ നാട്ടുകാരാണെങ്കിലോ ഇത് വിശ്വസിക്കാനും തുടങ്ങി. ആദ്യം ഇത് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഈ സ്ത്രീ പിന്നീട് ഇത് അഹങ്കാരമായിട്ടെടുത്തു. അതായത് എൻ്റെ പൂവൻകോഴി കൂവിയില്ലെങ്കിൽ ഇവിടെ സൂര്യൻ ഉദിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പൂവൻ കോഴീനെയും കൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോകും, ഇവിടെ പിന്നെ സൂര്യൻ ഉദിക്കില്ല എന്ന് പറഞ്ഞു. ഈ ഗ്രാമീണർ പാവം പേടിച്ച് ഈ സ്ത്രീ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഈ ഉപകാരത്തെ അവർ വീണ്ടും ധാർഷ്ട്യമായിട്ട് എടുത്തിട്ട് അവർ ഈ ഗ്രാമീണരെ കൂടുതൽ പേടിപ്പിച്ചിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമീണർക്ക് തോന്നി ഇനി ചെയ്തു കൊടുക്കാൻ വയ്യ, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, സൂര്യൻ ഉദിച്ചില്ലെങ്കിലും വേണ്ടാന്ന് കരുതി അവരുടെ ആ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിർത്തി. തനിക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾ നിന്നപ്പോൾ ഈ വൃദ്ധയ്ക്ക് തോന്നി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഈ കോഴീനെ എടുത്തുകൊണ്ട് അവരടുത്ത ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേ ദിവസം പുതിയ ഗ്രാമം, പുതിയ ആളുകൾ, അതേ ആകാശം, അതേ സൂര്യൻ, അതേ കോഴി കൂവി സൂര്യൻ ഉദിച്ചു. ഈ വൃദ്ധ ഉറക്കണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സ്വയം അങ്ങ് അഹങ്കരിച്ചുകൊണ്ട് ചിരിച്ചു. ആ ഗ്രാമവാസികൾ ഇപ്പം ഇരുട്ടത്തായിരിക്കും, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളത്. എന്നാൽ എന്തായിരുന്നു സത്യാവസ്ഥ? സൂര്യൻ അവിടെ ഉദിക്കുകയും ചെയ്തു, അവിടെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. ഈ വൃദ്ധയെയോ ഈ കോഴീനെയോ ആരും തന്നെ ഓർത്തു പോലുമില്ല. ഇതുപോലെയാണ് നമ്മൾ കരുതും നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല, അവരങ്ങനെ സ്റ്റക്കായി പോവും, അല്ലെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയായി പോവും, നമ്മളാണെല്ലാം എന്നൊക്കെ വിചാരിക്കും. വെറുതെ വിചാരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ച് അവരുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിച്ച് ആ ഓർമ്മകളിലൂടെ നമുക്ക് ജീവിക്കാം. അല്ലാതെ അഹങ്കാരവും പകയും വിദ്വേഷവും കൊണ്ട് ജീവിക്കുന്നവർ അവരില്ലാണ്ടാകുന്ന സമയത്തോടു കൂടി അവരുടെ ആ ഒരു എക്സിസ്റ്റൻസും അവരുടെ ആ ഒരു ഓർമ്മകളും അവിടെ തന്നെ തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. സൂര്യൻ ഉദിക്കുന്നത് നമ്മളുള്ളത് കൊണ്ടല്ല, സൂര്യനുള്ളത് കൊണ്ടാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മളില്ലാന്നുണ്ടെങ്കിലും സൂര്യൻ ഉദിക്കും, ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. ഹാപ്പി മോർണിംഗ്.